பூமி இங்கு உண்டானதே. ராஜராஜ சோழன் நான், எனையாளும் காதல் தேசம் நீதான். பூவில் காதல் தேவே. വാലേക്കും അസ്സലാം. ഇരിക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖം തോന്നുന്നുണ്ടോ? ഇന്നും ഇന്നലെ ആയിട്ട് വലിയ കുഴപ്പമില്ല. മരുന്ന് ചിട്ടൊക്കെ കഴിക്കുന്നില്ലേ? അതോ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. മരുന്ന് ശരിക്ക് കഴിക്കണം. അസുഖങ്ങളൊക്കെ പടച്ചോന്റെ ഓരോ പരീക്ഷണങ്ങളാ. അയ്യൂബ് നബിയെ പടച്ചോൻ പരീക്ഷിച്ച ഗിസകളൊക്കെ കേട്ടിട്ടില്ലേ? എത്ര കാലായി ഇപ്പത് തുടങ്ങിയിട്ട്? പിന്നെ പിന്നെ കൂടാന്നല്ലാതെ കുറയണില്ലല്ലോ. എന്റെ കുട്ടീന്റെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്കെന്തെങ്കിലും പറ്റിയാ പിന്നെ. നിങ്ങൾക്കൊന്നും പറ്റാൻ പോണില്ല. നേരത്തിനും കാലത്തിനും മരുന്ന് കുടിച്ചാൽ മതി. നിങ്ങൾ കരയാതിരിക്കേ. പടച്ചോൻ എല്ലാറ്റിനും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കട്ടെ? വേണ്ട, അടുപ്പിൽ ഊതി പുക ശ്വസിക്കണ്ട. അവളെവിടെ? റംല റംല കഴിഞ്ഞില്ല? അത് കഴിഞ്ഞു. എത്ര നേരായി? സമയം ഉച്ചാകാറായി. രണ്ടാള് ചെയ്യേണ്ട പണി ഞാൻ ഈ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. മുരേണൻ ഒരാളെ കൂടെ വിളിച്ചൂടെ? ഞാൻ എത്ര ദിവസമായി പറയുന്നതാ. അല്ല തന്നെ 2 വർഷമായിട്ട് വലിയ ലാഭല്ലേ കൃഷി? പിന്നെ ലാഭം നോക്കി മാത്രം ചെയ്യേണ്ട കാര്യമല്ലല്ലോ നോർത്താ കൊല്ലം വിത്തർക്കുന്നത്. അപ്പഴാ വേറൊരു പണിക്കാരൻ കൂടി. ഇയാൾ അവിടെ നിർത്തിക്കാണ് വേഗം കൊണ്ട് വാ. ഞായറാഴ്ച ആയിട്ട് കൂടി ലീവ് ഇല്ലാത്തൊരു പണി. അടുത്ത ഞായറാഴ്ച എന്തായാലും ലീവ് എടുക്കണി പെണ്ണെ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് മാസം 2 ആയി. ചൂടാകല്ല പെണ്ണെ. മഴ വരുന്നതിന്റെ മുമ്പ് ഇത് തീർത്തില്ലെങ്കിൽ വിത്തൊക്കെ നാശാവും. അതുകൊണ്ടല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല മോരിയണ്ണ. അത് എനിക്ക് അറിയാം പെണ്ണെ. മാമി എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്? മാമി എന്താണ് ഈ പറയണത്? എനിക്കിട്ട് വരാതിരിക്കാൻ പറ്റുമോ? ഒന്നില്ലെങ്കിലും ഇതിന്റെ ഭാര്യ വീടല്ലേ? അതൊക്കെ പണ്ടല്ലേ. എന്റെ ജമീലാനെ ഈ ചവിട്ടിക്കൊല്ലടേന് മുമ്പ്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? ഞങ്ങൾക്ക് ഒരു കാലത്തും സമാധാനം തല്ലാന്ന് കരുതിയ? മാമി എന്ത് വർത്താനങ്ങൾ ഈ പറയണത്? ജമീലാനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്നോ? ദാ ഇങ്ങോട്ട് നോക്കി, ഓളെ ഞാൻ ഈ നെഞ്ഞത്തിട്ടാ സ്നേഹിച്ച്. ഓളും മരിച്ചു എന്ന് കരുതിയിട്ട് പോണാണോ എനിക്ക് ഈ കുടുംബമായിട്ടുള്ള ബന്ധം? മാമിക്കറിയോ ജമീല മരിക്കണേന്റെ 10 മിനിറ്റ് പറഞ്ഞെന്താന്ന്? ഞാൻ മരിച്ച കാസിമണ്ണൻ തന്നെ എന്റെ അനിയത്തിനെ കെട്ടണമെന്ന്. അപ്പൂതിയും കൊണ്ട് നടക്കേ. എന്തിപ്പ നടക്കൂലെന്ന്? അതേ നടക്കൂ. ഈ കാസിം അല്ലാതെ വേറെ ആരും റംലാനെ നിക്കാതെ കഴിക്കൂല. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്തൊക്കെ ചെയ്താലും ശരി, എന്റെ പൂതി നടക്കാൻ പോണില്ല. അല്ലാതെ ആര് വരും? ഈ കിനാപുരത്തൊരു ഒറ്റ ചെക്കന്മാരും റംലാനെ കല്യാണം ആലോചിച്ച് വരൂല. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ മോളെ എത്ര മൂത്ത് വരച്ചു നിന്നാലും അനക്ക് തരൂല. എന്നാ കാണാ എന്താ നടക്കാന്ന്. ഈ കാസിം നിങ്ങൾക്ക് ശരിക്കും അറിയൂല. ആ കാണാ. கினாபுரம் ஆளு இருக்கா? கினாபுரி ஆளு இருக்கா? ஆளு இருக்கு தம்பி. இறங்க. பேக் நோடு என்ன? காசுல கொடுஜா? ஆமா கொடுத்தாச்சு. पैसा கூட சில்லறை இல்லையா? மாறுங்கோ வட்டுப்பாக்கு பிரேக்ஃபாஸ்ட். மாறுங்கோ வட்டுப்பாக்கு பிரேக்ஃபாஸ்ட். என்னடா செஞ்சது? இது யாருக்குன்னு தெரியுமா? ആർക്ക്? തീരുട്ട് നായ എല്ലാം അറിയാതെ പറ്റിയതാണോ ഇത്? ആർക്കാ? டேய் யாருக்கன்னா வட்டுப்பாவன்னு கேட்டிருக்க? ഇല്ല, കേട്ടിട്ടില്ല.
அவர் பெரிய ஆளு, நிறைய ஆளுங்களை கொண்டுட்டாங்களே. அங்க பாருடா. யாரடா நீ? எப்படி தைரியம் வந்தாச்சு உனக்கு என் பிரேக்ஃபாஸ்ட் கீழே போடுறதுக்கு? அண்ணே, என்னடா? மன்னிச்சிடுங்க அண்ணே. எதுக்குடா இந்த திருட்டு நாயோடு மன்னிச்சிடணும்? என் பிரேக்ஃபாஸ்ட் கீழே போட்ட இவனை பீஸ் பீஸா போடணும். அதல்ல அண்ணே. என்ன? அண்ணனோட கையில் கத்தி இல்லை, பீடி மட்டும்தான். என் கத்தி உடைஞ்சு போயது உன் பாக்கியம். சரி, നീ ആര്? എതുക്ക് ഇങ്ങ വന്ന? ഞാനൊരു മലയാളിയാണ്. ഇവിടെ ഒരു ജോലി. എതുക്ക് ജോലി? ഗുണ്ടുമണി കൗണ്ടർ വീട്ടിലേക്കാ? അതെ. എതുക്ക് വന്നാലും ഇങ്ങ മര്യാദ പിള്ളയെ വേണം. ഇല്ലേനാ പീസ പീസ പോടുവേ. സരി, പോങ്കോ. ദേ, ഒരു 50 രൂപ കൊടുത്തിട്ട് പോങ്കോ. 50 രൂപയോ? എന്തിന്? അതല്ലേ കാസ്, അപ്പുറമാ പേസലാം. പോടാ, പോ. ഹലോ, ഈ ഗുണ്ടുമണി കൗണ്ടർ വീട്ടിലേക്ക് പോകുന്ന വഴിയൊന്നും തരുമാ? മലയാളിയാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? തമിഴ് പറയുന്ന കേട്ടപ്പോഴേ മനസ്സിലായി. നിങ്ങളെ കണ്ടത് ഏതായാലും നന്നായി. ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു, അവരങ്ക പോകോ ഇങ്ക പോകോ എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഗുണ്ടുമണി കൗണ്ടറുടെ ആരാ? ഏയ്, ഞാനാരുമല്ല. ഇനി ഒരുപാട് പോണോ? ഈ വഴി നേരെ പോയാ മതി. ഒരു വലിയ വീട് കാണാം. അത് തന്നെ കൗണ്ടറുടെ വീട്. താങ്ക്സ്. അണ്ണേ, അണ്ണേ, ഈ ഗുണ്ടുമണി കൗണ്ടർ വീട് ഏതാണെന്നറിയോ? ഇതിൽ നേരെ അങ്ങ് പോയാൽ മതി. ഓക്കെ, താങ്ക്സ്. മലയാളിയാണോ? ഞാനൊരു മലയാളിയാണ്. മലയാളിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. ആ കൗണ്ടർ വീട്ടിൽ പോയാൽ എന്തെങ്കിലും ഒരു പണി കിട്ടുമോ? ആ, പോയി നോക്ക്. എന്ത് ജോലി അറിയാ? ഡ്രൈവിംഗ് അറിയാം. ഒരു കാളവണ്ടി പോലും ഇല്ലാത്ത കൗണ്ടറോട് തന്നെ ചോദിക്കണോ ഡ്രൈവിംഗ് പണി? വേറെ ഒരു പണിയും കിട്ടൂല അവിടെ? ചെന്ന് ചോദിച്ചു നോക്ക്, കിട്ടിയാ വലിയ കാര്യം. ഇതിൽ തന്നെ നേരെ പോയാൽ മതി. அண்ணே, யாரு வருது? யாரு? വണക്കം അണ്ണേ. ആ, വണക്കം. എന്നെ വേണം? എന്തെങ്കിലും ഒരു വേല കിടക്കുമോന്നറിയാൻ. വേലയാ? അതെ. എന്നെ വേല തരുമോ? എല്ലാ വേലയും തരും. ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവിംഗ് വേലയൊന്നും കിടയാതപ്പാ. വേറെ എന്തെങ്കിലും ഒരു പണി? വേലയൊന്നും ഇങ്ങ ഇല്ലപ്പാ. പോങ്കോ. അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു പണി. ഡേ, പോടാ പോടാ. இதுக்கு எவ்வளவு? 4 രൂപയാ? എന്നടാ, ഇന്നേക്ക് തേങ്ങക്കെല്ലാം ജാസ്തി വിലയാ? ഇത് നമ്മളെ മലയാളിയല്ലേ? തേങ്ങ വാങ്ങാൻ വന്നതാ? ഡേ സെൽവം, ഇത് പുതുസാ വന്നാള്. നമ്മുടെ ഗുണ്ടുമണി കൗണ്ടറുടെ ആളുതാ. റേറ്റ് എല്ലാം കൊഞ്ചം കമ്മിയാക്കി കൊടു. തമ്പി പാരുങ്കോ, ഇതെല്ലാം കേരള തേങ്ങതാ. അതെ. തേങ്ങ വാങ്ങാൻ വന്നിട്ട് എന്റെ പിന്നാലെ നടക്കുക? ഞാൻ തേങ്ങ വാങ്ങാൻ വന്നതല്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. അപ്പം ഗുണ്ടുമണി കൗണ്ടറുടെ ഡ്രൈവിംഗ് പണി ഇത്ര പെട്ടെന്ന് മതിയാക്കി? അവിടെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ അയാൾ എന്നെ ഓടിച്ചു. എന്നാ അടുത്ത ജീപ്പിന് കയറി സ്ഥലം വിടാൻ നോക്ക്. അതെ അതെ, പ്ലീസ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പണി ഒപ്പിച്ചു. മലയാളി ഇനിയും പോയില്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു പണി. ഏയ്, അതൊന്നും നടക്കൂല. അങ്ങനെ പറയരുത്. എന്ത് പണി ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും. അതിന് ഞാനെന്ത് വേണോ? ഞങ്ങളെ കാല് പിടിക്കാം. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചേരണം. എനിക്കിവിടെ ആരും പരിചയമില്ല. ശരി, എഴുന്നേൽക്ക്. ഞാനിവിടെ കുറച്ച് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. കൈക്കോട്ടെടുത്ത് നല്ലോണം അമർത്തി കളിക്കണം. നല്ല വെയിലത്താണ് പണി എന്ന് കരുതി കൂലിയൊന്നും അധികം പ്രതീക്ഷിക്കണം.
കൂലി തൽക്കാലം കിട്ടിയില്ലേലും വേണ്ടില്ല. അങ്ങനെ തുറച്ച തീരുമാനങ്ങളൊന്നും ഇപ്പം തന്നെ എടുക്കണ്ട. എന്നാ വരി. നാട്ടിൽ എവിടെയാ നിങ്ങളെ വീട്? നാദാപുരത്ത് അങ്ങാടിക്കടുത്ത് തന്നെയാ. നാട്ടില് വല്ല വയ്യാവേലി ഉണ്ടാക്കിച്ച് വണ്ടി കയറിയതാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചോദിച്ചെന്ന് മാത്രം. വയ്യാവേലി ഉണ്ടാക്കിയതൊന്നുമല്ല. ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ് കടം കയറി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. രക്ഷയില്ലാതെ മുങ്ങിയതാ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാ വരേണ്ട വിശേഷം? ഇത് ആര്? ഇത് ഊരിന്ന് പുതുസാ വന്ന ആള്. എതുക്ക്? യഥാവത് വേല തേടി വന്നതാ. അപ്പടിയാ? അപ്പടിതാ. ശരി. അയാൾ എന്താ നിങ്ങളെ വിളിച്ചത്? നിന്റെ പേര് മൂരിയണ്ണാന്ന്. മൂരിയോ? അതെ, മൂരി. മൂരി എന്ന് പറയുമ്പോ ഏതാ ജാതി? മൂരിക്ക് എന്ത് ജാതി, എന്ത് മതം? ഇതാണ് വീട്. ഞാൻ വിത്തും പണിയായുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. തൽക്കാലം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ചെറിയ വീടാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള വീടാ. അപ്പുറത്ത് ചെറിയൊരു അടുക്കളയുണ്ട്. കിടക്കാൻ ഈ മുറി പോരെ? മതി. പക്ഷേ ഒരു ദിവസത്തെ പണിയുണ്ട് ഇതൊക്കെ നന്നാക്കി എടുക്കാൻ. അതൊക്കെ ഉണ്ടാവും. അതാരാ? ആ കുട്ടി നമ്മളെ ആളാ. നമ്മുടെ ആളോ? അതെ, മലയാളിയാ. അത് മനസ്സിലായി. അവളാണ് എന്റെ പ്രധാന ജോലിക്കാരി. നല്ല കുട്ടിയാ. അവളെ കൈകൊണ്ട് കരിങ്കല്ല് നട്ടാലും മുളയ്ക്കും. എന്താ അവളെ പേര്? റംല. റംല. എന്നാലേ ഇവിടെയൊക്കെ ആയിട്ട് വൃത്തിയാക്കിക്കോ. ഞാൻ പോട്ടെ. പിന്നെ വരട്ടോ. നാട്ടിൻപുറത്തെ നാട്ടുമാം കൊമ്പിൽ നാടോടി പക്ഷി വന്നു. നാരും ഇലകളും ചേർത്തു വച്ചോമൽ കൂടൊന്നു തീർത്തുവല്ലോ. വന്ന കൂടൊന്നു തീർത്തുവല്ലോ. നാട്ടിൻപുറത്തെ നാട്ടുമാം കൊമ്പിൽ നാടോടി പക്ഷി വന്നു. നാരും ഇലകളും ചേർത്തു വച്ചോമൽ കൂടൊന്നു തീർത്തുവല്ലോ. വന്ന കൂടൊന്നു തീർത്തുവല്ലോ. കാറ്റും കുളിരും മഞ്ഞും വെയിലുമായി കിന്നാരം ചൊല്ലിക്കഴിഞ്ഞു. കാറ്റത്ത് മാംകൊമ്പിൽ കാലമൊരു ഞാൻ കാതരമായി മെല്ലയാടി. കാറ്റും കുളിരും മഞ്ഞും വെയിലുമായി കിന്നാരം ചൊല്ലിക്കഴിഞ്ഞു. കാറ്റത്ത് മാംകൊമ്പിൽ കാലമൊരു ഞാൻ കാതരമായി മെല്ലയാടി. കാതരമായി മെല്ലയാടി. നാട്ടിൻപുറത്തെ നാട്ടുമാം കൊമ്പിൽ നാടോടി പക്ഷി വന്നു. നാരും ഇലകളും ചേർത്തു വെച്ചോമൽ കൂടൊന്നു തീർത്തുവല്ലോ. വന്ന കൂടൊന്നു തീർത്തുവല്ലോ. പൂമാനം നോക്കി നാടോടിക്കിളി സ്വപ്നങ്ങൾ ചേർത്തു വെച്ചു. പോയില്ല പോയില്ല നാടോടിക്കിളി നീലവിഹായസിൽ ദൂരെ.
പൂമാനം നോക്കി നാടോടിക്കിളി സ്വപ്നങ്ങൾ ചേർത്തു വച്ചു. പോയില്ല പോയില്ല നാടോടിക്കിളി നീലവിഹായസിൽ ദൂരെ, നീലവിഹായസിൽ ദൂരെ. നാട്ടിൻ പുറത്തെ നാട്ടുമാം കൊമ്പിൽ നാടോടി പക്ഷി വന്നു. നാരും ഇലകളും ചേർത്തു വച്ചോമൽ കൂടൊന്നു തീർത്തുവല്ലോ, വന്ന കൂടൊന്നു തീർത്തുവല്ലോ. വട്ടപ്പ ഇവിടുത്തെ ഒരു കേരിക്കാടൻ ജോസാ അല്ലേ? കീരിക്കാടൻ ജോസോ? അതാരാ? അത് നാട്ടിലൊരു റൗഡിയാ. വട്ടപ്പ ഭയങ്കരനാ, കണ്ടിട്ടില്ലേ? എപ്പോഴും ഉണ്ടാവും കയ്യിലൊരു കത്തി. എല്ലാവർക്കും അയാളെ ഭയങ്കര പേടിയാ. നാട്ടിലാണെങ്കിൽ ഒറ്റ അടിക്കില്ല അയാള്. ഉസ്താദ് വരുന്നു. അസ്സലാമലൈക്കും ഉസ്താദേ. വാലേക്കും സ്ലാം. പണി കഴിഞ്ഞ് വരെയായിരിക്കും. അതെ. ഇതാരാ? 1-2 പ്രാവശ്യം പള്ളിയിൽ വെച്ച് കണ്ടിരുന്നല്ലോ. പുതിയ ആളാ, ഇവിടെ പണിക്ക് വന്നതാ. മൂര്യണ്ണന്റെ കൂട്ടത്തിലാ. അത് ശരി. എന്താ പേര്? നിസാറ്. നാട്ടിലെവിടെയാ? നാദാപുരം എന്ന് പറയും. ഓ, നാദാപുരം കേട്ടിട്ടുണ്ട്. ഉമ്മക്കിപ്പ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. മരുന്നൊക്കെ ശരിക്ക് കഴിക്കാൻ പറയണം. എന്നാ ശരി. അല്ല, മൊയിലാർക്ക് എന്താ വാഴക്കൊല കച്ചവടം ഉണ്ടോ? അതോ എവിടെന്നെങ്കിലും ദ്വയർന്ന് കിട്ടിയതാണോ? ഉസ്താദിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, കുറ്റം കിട്ടും. എന്ത് പാവാണെന്നറിയോ? മൂപ്പര് പള്ളിയിൽ നിൽക്കുന്നതിന് 5 പൈസ പോലും വാങ്ങൂല. മതപ്രബോധനം ഒരു തൊഴിലല്ലാന്നാ മൂപ്പര് പറയുന്നത്. പിന്നെ മൂപ്പരെങ്ങനെയാ കുടുംബം പുലർത്തുന്നത്? മൂപ്പര് ഒരു കൊല്ലനാ, കത്തിയൊക്കെ നന്നാക്കുന്ന. ചിലപ്പോഴൊക്കെ പണിക്ക് പോവും. പ്രവാചകന്മാരൊക്കെ ജോലി ചെയ്താ ജീവിച്ചതെന്നാ മൂപ്പര് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും വലിയ കാര്യാ. മൂപ്പര് എന്നെ ഓർത്തു പഠിപ്പിച്ചതും മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചത്. അപ്പം മൂപ്പര് എത്ര കാലം ഇവിടെ വന്നിട്ട്? എനിക്ക് ഓർമ്മ വെക്കുമ്പോഴേ ഈ കിനാപുരത്തെ പള്ളിയിൽ മൂപ്പരുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മൂപ്പര് എല്ലാ വീടുകളിലും വരും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ആകെ 10-20 മുസ്ലിം കുടുംബങ്ങളല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെന്താ? മൂപ്പര് അങ്ങനെ ജാതി നോക്കുന്ന ആളല്ല, എല്ലാ വീടുകളിലും പോകും. ഇവിടുത്തെ തമിഴന്മാർക്കൊക്കെ വലിയ കാര്യാ മൂപ്പര്. എല്ലാരും കൂടി കൂടിയാ ഇവിടുത്തെ പള്ളി ഉണ്ടാക്കിയത്. വട്ടപ്പ പോലും വന്നിരുന്നത്രേ. എന്താ ചിരിക്കുന്നത്? അല്ല, ഞാൻ നാട്ടിലെ കാര്യം ആലോചിച്ചാ. എന്തേ? ഒന്നുമില്ല. നാട്ടിലിപ്പം മതവും വിശ്വാസമൊക്കെ ഒരു ബിസിനസ്സാ. പണ്ഡിതന്മാരെ തട്ടിത്തടഞ്ഞിട്ട് വയലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. കേരളത്തിൽ എന്താ നടക്കാത്തത്? സംഗതി ശരിയൊക്കെ തന്നെ, പക്ഷെ കേരളത്തിൽ അത്ര കൊച്ചാക്കൊന്നും വേണ്ട. ഇന്ത്യയിൽ 100% സാക്ഷരത കൈവരിച്ചത് ഞങ്ങളാ. അക്ഷരം പഠിച്ചോണ്ടേ അന്തണ്ടാവണമെന്നില്ലല്ലോ. നിസാറണ്ണ, ആ നിൽക്കുന്ന ആളെ കണ്ടോ? ആ ജൂബാക്കാരൻ. അയാള് ഞാനൊന്ന് മിക്കവാറും ഒരു കിന്നാരം പറിച്ചിട്ടുണ്ടാവും. നിസാറണ്ണ അത് കേക്കണ്ട, പോയിക്കോ, ഞാൻ പിന്നാലെ വരാം. അതാരാ? അതൊക്കെ പറയാം, നിസാറണ്ണൻ പോയിക്കോ. റംല, ഇത് ഈ കാസിമച്ചാനെ മറന്നോ? അന്നെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു. അനക്ക് വേണ്ടി മാത്രം ഞാൻ മേട്ടുപാളം ചന്തയിൽ നിന്ന് വാങ്ങിയത്. എനിക്ക് വേണ്ട, മോളെയും കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല കാണാൻ വരരുതെന്ന്. അങ്ങനെ പറയരുത് റംല. ജമീല മരിക്കണേന്റെ 10 മിനിറ്റ് മുന്നേ പറഞ്ഞെന്താ നിനക്കറിയോ? ഞാൻ മരിച്ച കാസിമൺ എന്റെ അനിയത്തിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. ജീവിച്ചിരുന്നപ്പോ ഓക്കെ ഏതായാലും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി ഓളെ റൂഹിനെങ്കിലും ഒന്ന് സന്തോഷാകട്ടെ. എന്റെ എത്താന്റെ റൂഹിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മരിക്കണം. കരുവളയും കുടുംബം കൊണ്ട് വന്നിരിക്കുന്നു. റംല, യാരിത്?
நான் தான் காசிமேனா சஃபியா. ஓ சஃபியாவா? ஆ, உன்னை தேடி நான் இங்க காத்து நிக்கிறது. எதுக்கு? அப்படி இதை உடைஞ்சு போகும் கேள்வி எல்லாம் கேட்காத என் கனகமே, உன்னைத்தான் எனக்கு பிடிச்சது. உன்னை நான் கல்யாணம் பண்ணிக்கலாம். ഇന്നലെ കണ്ട ആളാരാ? ഏത്? വയ്യില് വെച്ച് കണ്ട ആ ജുബക്കാരൻ. അതെന്റെ ഇത്തയുടെ ഭർത്താവാ, കാസിമച്ചാൻ. ഇത്ത എവിടെ താമസിക്കുന്നത്? ഇത്ത മരിച്ചു. റംല, ആ ഈ ആ ചാക്ക എടുത്ത് കൊണ്ടുപോവാ. ആ പാവായിരുന്നു എൻ്റെ ഇത്ത. കല്യാണം കഴിഞ്ഞ് 2 വർഷം ഓള് ജീവിച്ചിരുന്നുള്ളൂ. കാസിമച്ച ഓരോ കാരണം പറഞ്ഞു ഓളെ ഉപദ്രവിക്കും. സൗന്ദര്യം പോരാന്നോ കാശില്ലാന്നോ ഒക്കെ പറഞ്ഞു. വേറെ ബന്ധുക്കളൊന്നുമില്ല റംലയ്ക്ക്? ഉമ്മയും ഉപ്പയും നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാ. ഞങ്ങൾ 2 മക്കളാവോളം നല്ല സ്വഭാവമായിരുന്നു അത്ര ഉപ്പയ്ക്ക്. പിന്നെ ഉപ്പാന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു തുടങ്ങി. ഉപ്പാനെ കുറിച്ച് പല കഥകളും നാട്ടിൽ കേൾക്കാൻ തുടങ്ങി. അതോടെ വീട്ടിലെന്നും വഴക്കായി. ഒടുവിൽ ഇനി എന്നെ പറ്റി അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അന്വേഷിച്ചതൊന്നുമില്ലേ? ആരന്വേഷിക്കും? പിന്നെ ഉമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നു. തുടങ്ങല്ലേ? ഞങ്ങൾ റെഡി. ആ. ഉമ്മാക്ക് ഹൃദയത്തിനാ കുഴപ്പം. ഓപ്പറേഷൻ ചെയ്താൽ മാറുമെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇത്താന്റെ മരണശേഷം ഉമ്മ ശരിക്കും തളർന്നത്. കുറേ ദിവസം കിടക്കണമായിരുന്നു. ഉമ്മ കിടപ്പിലായപ്പോഴാ ഞാൻ പണിക്കിറങ്ങി തുടങ്ങിയത്. എന്നാ ശരി, ഞാൻ പോട്ടെ. സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വാ. ഉമ്മാനെ ഒന്ന് കാണാലോ. ഉമ്മാക്ക് ഇങ്ങളെ വലിയ കാര്യാ. അതിന് ഉമ്മ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിസാറണ്ണനെ പറ്റി. അത് ശരി, ആയിക്കോട്ടെ, ഞാൻ വരാം. എന്നാ ശരി. യാര്? എന്നെ വേണം? ഞാൻ നിസാറാണ് ഉമ്മ. അല്ല, മോനാണോ? വാ ഇരിക്കി. റംല, അസുഖമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? അതിന്റെ കാര്യമൊന്നും പറയണ്ട. നടക്കാൻ തീരെ വയ്യ. 10 അടി നടന്ന ശ്വാസം തിങ്ങും. അതുകൊണ്ടാ അങ്ങോട്ടൊന്നും വരാത്തത്. രാത്രി ആവുന്നത് വരെ ഇവിടെ ഇരിക്കും. പിന്നെ കൂട്ടിന് ഈ റേഡിയോ ഉണ്ടാവും. റംല, ഇവിടെ വാ. ഇന്നൊരു വിരുന്നുകാരുണ്ട്. ആയിക്കോട്ടെ. എപ്പോ വന്നു? ഞാൻ അറിഞ്ഞില്ല, അടുക്കളയിലായിരുന്നു. ഓനൊരു ഗ്ലാസ് ചായക്ക് വെള്ളം വെക്കി. ഓളെൻ്റെ ഒരു ദുഃഖം. പടച്ചോൻ എന്തിനാണാവോ ഇന്നെങ്ങനെ പരീക്ഷിക്കണത്? പടച്ചോന് കൂടുതൽ ഇഷ്ടമുള്ളവരാണ് ഉമ്മ. പടച്ചോൻ കൂടുതൽ പരീക്ഷിക്കുക. ആ, അങ്ങനെ കരുതല്ലാതെ നിർവാഹമില്ലല്ലോ. വീട് എവിടെയാ? നാദാപുരത്താ. ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആരുമില്ല. എന്നാ ഞാൻ പോട്ടെ. ചോറും കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഇവിടുന്ന് കഴിക്കാലോ? വേണ്ട, പിന്നെ ഒരിക്കലാവും. സമയം കിട്ടുമ്പോ വരേണ്ടു. മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. ഓ ശരി, എന്നാ പോട്ടെ. ஒட்டப்பண்ணா, ஒட்டப்பண்ணே எங்க போச்சு? ஒட்டப்பண்ணா,
டேய் அந்த வட்டப்பாவை பாத்தியா நீ? ஒட்டப்ப அண்ணன் கொஞ்ச நேரம் முன்னாடி அங்க இருக்குது, இப்ப காண இல்ல. என்ன சார் அவனு பிரச்சனை? மேல ஒரு கொலைகேஸ் இருக்கு. அவன் மறுபடியும் கொலை பண்ணிட்டாங்களா? ஆமா, இது ஒரு கொலைகேஸ் தான். நீயா? என்னென்ன பிரச்சனை? அந்த போலீசாரனை பார்த்தியா? அப்படியா? அவன் எதுக்கு இங்க வந்து தெரியுமா? தெரியாது. என்ன தூக்கிட்டு போகிறதுக்கு. அண்ணனை தூக்கிட்டு போகுது. ஆமா. எதுக்கு? எனக்கு மேல ஒரு கேஸ் இருக்குது, கொலை கேஸ். கடவுளே, அண்ணன் மறுபடியும் கொலை பண்ணிட்டாங்களா? ஆமாடா, இப்ப 10 கொலை பண்ணிருக்கு. அவன் போச்சு. வா, இந்த வழியே போகலாம். அப்பா கடவுளே. டேய் வட்டப்பா, மரியாதையா சரண்டர் ஆயிடு, இல்லனா நிறைய போலீஸ் பாய் வந்து உன்னை தூக்கிட்டு போகுவ. டேய் திருட்டு நாயே, நில்லடா அவட. டேய் வட்டப்பா நில்லடா. டேய் வட்டப்பா நில்லடா அவட. நிசாரண்ணா, നല്ല ആളാ. അപ്പൊ പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ റംലെ അവിടെ എല്ലാം നോക്കി, കാണാത്തതുകൊണ്ട് പോയിട്ടുണ്ടാവുന്ന കരുതി. ഞാൻ ആ പാണ്ടിയുടെ കടയിൽ കുറച്ച് കായം വാങ്ങാൻ കയറി. തിരിച്ചു വന്ന് നോക്കിയപ്പോ ആളെ കാണാനില്ല. ഈ ആണുങ്ങളൊക്കെ എങ്ങനെ തന്നെയാ, പാതി വഴി ഉപേക്ഷിക്കും. സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ഞാൻ അതിന് എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? തൽക്കാലം ഒന്നും ചെയ്യണ്ട, മേൽ ആവർത്തിക്കാതിരുന്നാ മതി. ശരി, ഞാൻ പോവാ. നാളെ ഞാൻ പണിക്ക് വരില്ല. ഉമ്മാക്ക് കുറച്ച് കൂടുതലാ. റംല, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് പിന്നെ പറയാം. അല്ല, ഇതെന്താ ഇവിടെ കിടക്കുന്നത്? റംലയോ, അനക്ക് 100 ആയുസാണ്. ഞാൻ അന്നെ ഓർത്ത് കിടക്കുകയായിരുന്നു. എന്താ എന്നെ കുറിച്ച് ഓർത്തത്? ഒന്നുമില്ല, ഓരോന്ന്. റംല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരിക്കലും തിരിച്ചു പോവാതെ ഈ കിനാവുരം തന്നെ തങ്ങിയാലോന്ന്. ഈ കിനാവുരം കിനാവ് പോലെ സുന്ദരമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ഈ കിനാവുരത്ത് എങ്ങനെ കഴിയും? കിനാവുകളൊക്കെ പങ്കുവെക്കാൻ ഒരു കിനാവുരത്തുകാരി കൂടി വേണ്ടേ? പക്ഷെ ആര് തരും ഈ പരദേശിക്ക് ഒരു കിനാവുരത്തുകാരിയെ? ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഒരു കിനാപുരത്തുകാരി ഒരുക്കാണ്. സത്യം. സത്യം. ഉമ്മല്ലേ? ആ, ഉമ്മ ഉണ്ട്. ഉമ്മ കിടക്കുക. ഉസ്താദ് ഇരിക്കേ.
എന്താ ഉസ്താദ് ഇത്ര രാവിലെ തന്നെ? കാസിം വന്നൊരു കാര്യം പറഞ്ഞ് ഓന് റംലാനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അത് ഓൻ മാത്രം വിചാരിച്ചാ പോരല്ലോ, ഓളും കൂടി സമ്മതിക്കണ്ടേ? അപ്പൊ ഓക്ക് സമ്മതല്ലേ? ഇല്ല, ഓൾക്ക് സമ്മതല്ല. ഓക്ക് സമ്മതാണെന്നാണല്ലോ ഓൻ എന്നോട് പറഞ്ഞത്. ഓ എന്റെ ഒരു മോളെ കൊന്ന് ഇവളെയും കൂടി കുരുതിക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. എവിടെ റംല? റംല, കാസിം എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു. ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടു. അയാളെ കല്യാണം കഴിക്കുന്ന പോയിട്ട് അയാൾ അങ്ങോട്ട് വരുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. നന്നായി. ഓ എന്നോട് പറഞ്ഞത് നേരെ തിരിച്ചാ. സത്യാണോന്ന് അറിയാനാ ഞാൻ വന്നത്. ഉസ്താദ് ഒരു സഹായം ചെയ്യണം. ഇവളെ നിക്കാഹ് ഉസ്താദ് ഇടപെട്ട് നടത്തി തരണം, എത്രയും പെട്ടെന്ന്. നടത്തിത്തരാ. ആരാ ചെറുക്കൻ? ചെറുക്കൻ ഉമ്മ, നിങ്ങളോട് പറഞ്ഞിട്ടില്ല കാനല്ലൊന്നും എടുക്കരുതെന്ന്? ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. മാമി, എന്താണ് ഞാൻ ഈ കേട്ടത്? എന്താ കേട്ടത്? ആ വരുത്തൻ ചെക്കന് റംലാനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചോ? ഇപ്പം തീരുമാനിച്ചിട്ടൊന്നുമില്ല, വേണ്ടി വന്നാ തീരുമാനിക്കും. അതങ്ങോട്ട് പള്ളി പോയി പറഞ്ഞാ മതി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ പൂതി നടക്കൂല. ജമീല മരിക്കുന്നതിന്റെ 10 മിനിറ്റ് മുന്നേ പറഞ്ഞെന്താ എനിക്കറിയോ? ഞാൻ മരിച്ച കാസിമാണ് എന്റെ അഞ്ചത്തിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. അതിനെ വേറെ ആളെ നോക്കണം. ഈ റംലാൻ അതിന് കിട്ടൂല. ഇജാരടി, ഇജാരാന്നൊരു വിചാരം? അറബിക്കഥയിലെ റാണിയോ? കാസിമേ, കാസിമെന്നെ പറയണത്. ആ ചെക്കനെയും കെട്ടി സുഖിച്ചാൻ കഴിയാന്ന് വിചാരിച്ചെങ്കിൽ ആ പൂതി മനസ്സിൽ വെച്ചോണ്ടി. ഈ കാസിമി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കൂല. ഈ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ല എന്റെ കാസിമേ. ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് ഇറക്കി വിടട്ടെ. ഇറക്കി വിട്ടോളി. ഇറക്കി വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇറക്കി വിടുന്നത് ഇന്റെ പാണെന്ന് മാത്രം. അത് നടക്കൂല. ഇജ് മുണ്ടണ്ട. ഇജാ ചെക്കനെ കണ്ടിട്ടല്ലേ തുള്ളണത്. നാളെ നേരം പോൾക്ക് പോകാൻ ഇവിടെ കാണൂല. ഈ നാട്ടിൽ തോനെ പറപ്പിക്കും. കാസിമാണ് പറയണത്. എന്നാ പറപ്പിച്ചിട്ട് വാ, എന്നിട്ട് കാണാം. കാണടി. ആ കാണാം. ഈ കള്ള ഹിമാറ് ആ ചെക്കന്റെ മെക്കെട്ട് എന്ന് കേറാവോ? അതിനുള്ള പാങ്ങു നീയാക്കില്ലമ്മ. നിങ്ങൾ ധൈര്യമായിട്ട് ഇന്റെ പടച്ച റബ്ബേ, ഇനി എന്തൊക്കെ പുകിലാണ് അവ ഉണ്ടാക്കാൻ പോണത്? കാസിമണ്ണനോ? എന്താ കാസിമണ്ണ? ഏയ് ഒന്നുമില്ല, വെറുതെ പോയപ്പോ കേറിന്ന് മാത്രം. കുറച്ച് വെള്ളം തരുമോ? വല്ലാത്ത ദാഹം. പച്ചവെള്ളം മതിയോ അതോ കഞ്ഞവെള്ളം വേണോ? പച്ചവെള്ളം മതി. എന്നാ ശരി, വരട്ടെ. போதும். டேய் வட்டப்பா, யாரடா நீயா? திருட்டு நாய, என்னடா பிரச்சனை? ஒரு பிரச்சனை இருக்கு வட்டப்பா. வட்டப்பா இல்லை, வட்டப்பா அண்ணன் என்ன கூப்பிடுற நாய. காப்பாத்துற வட்டப்பா. அண்ணைனா நீ போடா திருட்டு மொட்டை. அந்த பையனை கொலை பண்ணதுக்கு 2 பேரா? நீ போடா, இது நான் மட்டும் போதும். அண்ணே போடா சார். டேய், എന്താ വട്ടപ്പണ്ണ? வெளியே வா, அப்புறம் பேசலாம். என்னடா அந்த பொண்ணுக்கும் உனக்கும் சம்பந்தம்? ഏത് പെണ്ണ്? എന്തു ബന്ധം? அந்த பொண்ணு இல்லையா காசுமிடா? ഹോ, അതോ? അവളും ഞാനും ഇഷ്ടത്തില്ല. ഞങ്ങൾ ഉടനെ കല്യാണം കഴിക്കും. டேய், என்னடா சொல்ற? அந்த பொண்ணுக்கும் உனக்கும் கல்யாணமா? வட்டப்ப சொல்றேன், இன்னைக்கு நைட்டு முடிஞ்சதும் நீ கிணாபுரம் விட்டு போயிடு, புரிஞ்சுதா? പോകെ എങ്ങട്ട്? டேய், திரும்பி கேள்வி எல்லாம் வேண்டாம்,
சொன்ன மாதிரி செய். ഇല്ലെങ്കിൽ ஏய் ഏയ്! ഇനി തല്ലതറിയാ, ഞാനൊരു മലയാളിയാ. ഇവിടെ പിടിച്ചു വെക്കാൻ വേറെ വഴിയില്ലായിട്ടാ. അത് ശരി, മലയാളിയാണല്ലേ? ചങ്ങനാശ്ശേരിയാണ് എൻ്റെ നാട്. പേര് കുട്ടപ്പൻ എന്നാണ്. പിന്നെ എങ്ങനെ വട്ടപ്പയായി? അത് ഞാനൊരു ഗമയ്ക്ക് വേണ്ടി ആക്കിയതാ. വട്ടപ്പ എന്നാകുമ്പോ ഒരു തമിഴ് ചൊവ്വ കിട്ടുമല്ലോ. അപ്പൊ നിങ്ങളെ പേരില് ഒരു 8-10 കൊലക്കേസ് ഉണ്ടെന്ന് കേട്ടതോ? കൊലക്കേസ് എന്ന് പറഞ്ഞ് ശരിയാ, പക്ഷെ അത് വായക്കൊല കെട്ട കേസാ. അത് ശരി. എത്ര ആൾക്കറിയാം ഈ രഹസ്യം? ഇപ്പൊ നമുക്ക് 2 പേർക്ക്, മൂന്നാമതൊരാൾ അറിയരുത്. ആ കാസിം പറഞ്ഞു അനിയനെ ഇവിടുന്ന് തുരത്താൻ. അയാൾക്ക് അയാളെ ഭാര്യയുടെ അനിയത്തിനെ കെട്ടാനാ. അതിനയാള് എനിക്ക് 50 രൂപയും 2 കാടമുട്ടയും തന്നു. ഇതാ കണ്ടോ. ഇനി ഞാൻ പോയിക്കോട്ടെ. കത്തി. പിന്നെ ഒരു കാര്യം, ആ കാസിമിനെ ഇനി കിനാപുരത്തങ്ങ് കണ്ടുപോരുത്. അത് ഞാൻ ഏറ്റു. നിസാറാണ് ഒരു സംഭവം തന്നെയാട്ടോ. ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. ഇത് അരച്ചു കഴിയുമ്പത്തേക്ക് ചമ്മന്തി ഒക്കെ താഴെ പോവുമല്ലോ. അങ്ങോട്ട് മാറ്, ഞാൻ ചെയ്തു തരാം. മാറ്. ഇതൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞ പണിയാ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്തോളാം. നിസാറാണ് അങ്ങോട്ട് മാറ്. നിസാറാണ് ഈ പാത്രത്തിലെ പായസം കുടിച്ച് പാത്രം ഇങ്ങത്താ. പായസോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. പിന്നെ ഇന്നലെ ഉസ്താദ് വന്നിരുന്നു. ഉമ്മ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് കാര്യം? കുന്തം. ഓ, ആ കാര്യം. എന്നിട്ട് ഉസ്താദ് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നിസാറണ്ണനെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ആദ്യം തിന്നു നോക്കട്ടെ, എന്നിട്ട് പറയാം. പിന്നെ തീരുമാനം എന്തെണ്ട് തന്നാ മതി, ഞാൻ തിരുമ്പി തരാം. ഞാൻ ഏതായാലും കുളത്തിൽ പോണുണ്ട്. എന്റെ പൊന്നെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? കാക്കാന്റെ മോള് വേഗം സ്ഥലം വിടാൻ നോക്ക്. പിന്നെ ഉസ്താദിനോട് എന്താ പറയാ? എന്താ പറയേണ്ടത്? എന്താ പറയാ? ഒരു കാര്യം ചെയ്യ്, കണ്ണടച്ച് നിന്നാൽ ഞാൻ ചെവി പറയാം. കണ്ണടച്ചു നിന്നൊന്നും പറയണ്ട, ഇങ്ങനെ പറയാൻ പറ്റെങ്കിൽ പറഞ്ഞാ മതി. കേൾക്കണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്നാ പറയ്. മൗനത്തിൻ കുളിരാവിൽ ഇലഞ്ഞിപ്പൂമണമോ
സുഖമുള്ളൊരോർമ്മയിൽ ഈ രാത്രി നീളെ മൗനാനുരാഗത്തിൽ ഞാനിരുന്നു. സുഖമുള്ളൊരോർമ്മയിൽ ഈ രാത്രി നീളെ മൗനാനുരാഗത്തിൽ ഞാനിരുന്നു. നിന്നിലലിയാമെൻ മൗനവും നിന്നിലലിയാമെൻ സ്വപ്നവും നിന്നിലലിയാമെൻ സ്വപ്നവും മൗനത്തിൻ കുളിരാവിൽ ഇലഞ്ഞിപ്പൂമണമൊഴുകി. മൗനത്തിൻ കുളിരാവിൽ ഇലഞ്ഞിപ്പൂമണമൊഴുകി. സ്നേഹത്തിൻ കുളിർ കാറ്റാൻ ഒരു സ്വപ്നജാലകം നീ തുറന്നു. മൗനത്തിൻ കുളിരാവിൽ ഇലഞ്ഞിപ്പൂമണമൊഴുകി. ഇതൊന്നും മൂത്തിട്ടില്ലല്ലോ. നല്ലാർക്ക് എടുത്തുക്കോ. ആ ഇത് കുഴപ്പമില്ല, ഇത് മൂത്തിട്ടുണ്ട്. டேய் நீ தான் நிசாரா? டேய் இவன் தான்டா அவன். டேய் நர்ரா. എന്താ എത്ര എഴുതാൻ? എന്നുണ്ടല്ലോ ഈ എഴുത്ത്. വല്ല കഥയും കവിതയാണോ? കഥയും കവിതയൊന്നുമല്ല. പിന്നെ ഒന്നുമില്ല. എന്തായാലും ഞാനൊരു ദിവസം അതെടുത്ത് വായിക്കുന്നുണ്ട്. വെറുതെ മണ്ടത്തരം ചെയ്യാൻ നിൽക്കണ്ട. ഇത് വായിച്ച പിന്നെ എന്നോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് ഇല്ലാണ്ടാവും. ഓ ഭയങ്കരം. ഒന്ന് കിടക്കാൻ നോക്ക്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഈ കിടന്നോ? വെളിച്ചം കണ്ട എനിക്ക് ഉറക്കം വരില്ല. ആ ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ടോ? ഇന്ന് അവളെ പരിചയപ്പെട്ടു. അവളുടെ പേര് റംല. അവളോട് സംസാരിച്ചു. അവൾ അവളെക്കുറിച്ച് പറഞ്ഞു. പാവം. അവളുമായി ഇന്ന് കൂടുതൽ സംസാരിച്ചു. അവളോട് ഒരു ഇഷ്ടം തോന്നുന്നു. അവളുടെ കണ്ണിൽ സ്വപ്നങ്ങൾ തിളങ്ങുന്നത് എന്നെ അസ്വസ്ഥനാക്കുന്നു. മനസ്സ് വല്ലാതെ ചാഞ്ചാടുന്നു. അവളോട് എന്താണ് പറയേണ്ടത്?
ഓരോ പ്രാവശ്യവും അവളോട് പറയണം എന്ന് കരുതുന്നു, ഞാൻ ആരാണെന്നും എന്താണെന്നും. പക്ഷേ അവളുടെ കണ്ണുകളിൽ നോക്കിയത് പറയാൻ എനിക്ക് ശക്തി കിട്ടുന്നില്ല. നാൾക്കുനാൾ അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നു. ദൈവമേ, ഞാൻ എന്തിനുള്ള പുറപ്പാടാണ്? അവളുടെ ഇഷ്ടത്തിന് മുന്നിൽ, അവളോടുള്ള ഇഷ്ടത്തിന് മുന്നിൽ ഞാൻ തളർന്നു പോകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് പേടിയാകുന്നു. അവൾ എന്നെക്കുറിച്ച് അറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എങ്ങനെ അവളോട് പറയും ഞാൻ ആരാണെന്ന്? ഇപ്പോൾ ഞാനെല്ലാം മറക്കുന്നു. അവൾ മാത്രമാണ് ചിന്തകളിൽ, അവളോടുള്ള ഇഷ്ടം മാത്രമാണ് ചിന്തകളിൽ, അവളോടുള്ള ഇഷ്ടം മാത്രമാണ് മനസ്സിൽ. എല്ലാം കലങ്ങിത്തെളിയുന്നൊരു നാൾ വരും. അന്ന് അവളോട് പറയണം എല്ലാം. ഞാൻ യാദൃച്ഛികമായി എത്തിപ്പെട്ടതല്ല അതിൽ. വേട്ടയാടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്ന്, അനീതി അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന രോഷത്തിൽ നിന്നൊക്കെയായിരുന്നു ഞാൻ IDF-ൽ എത്തിപ്പെട്ടത്. സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് IDF അല്ലാതെ വേറെ ഒരു സംഘടനയുമില്ല എന്നൊരു തോന്നൽ എങ്ങനെയോ മനസ്സിൽ വേരുറച്ചു. മറ്റുള്ളവരോടൊക്കെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു കടൽ മനസ്സിൽ ഇളകി മറയാൻ തുടങ്ങിയിരുന്നു. ചുറ്റും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ വായനയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എന്നിൽ നിരന്തരം അടിയുറച്ചുകൊണ്ടിരുന്നു. പ്രതിരോധമാണ് നാം ചെയ്യുന്നതെന്നും അത് അപരാധമല്ലെന്നും നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. സമുദായത്തിൽ ഇനി ഇതല്ലാതെ രക്ഷയില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കലാണ് ആവശ്യമെന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പകരത്തിന് പകരം എന്ന നിലപാടിലേക്ക് ഞങ്ങൾ തീർത്തും മാറി. അതിനുള്ള ഒരുക്കങ്ങളിൽ ഞങ്ങളെല്ലാം വ്യാപൃതരായി. എന്താ ഒരാലോചന? നിസാറ് വന്നോ? ഇല്ല, ഓൻ വല്ല ട്രിപ്പിനും പോയിട്ടുണ്ടാവും. ഈയിടായിട്ട് ഓന് രാത്രി ട്രിപ്പാണ് കാര്യായിട്ട്. ടാക്സി ഡ്രൈവർ ആകുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ? സംഗതിയൊക്കെ ശരി തന്നെയാ. പക്ഷെ ഓന്റെ പോക്കത്ര ശരിയില്ല എന്നാ എന്റെ തോന്നല്. ഒരു മാറ്റം പോലെ. തെസനി കിടന്നോ? ഇല്ല, ഓള് പഠിക്കുക. അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ആ, ഓൻ വന്നു എന്നാ തോന്നുന്നത്. തെസ്നിയെ, കാക്കി വാതിൽ തുറന്നുകൊടുക്ക്. എവിടെയായിരുന്നു കാക്കത് വരെ? ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഉമ്മ ഇപ്പം കിടന്നോ? ആ, കിടന്നു. ഇക്കാക്ക IDF-ലുണ്ടോ? ഉണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആന്നാ കേക്കണേ. ആര് പറഞ്ഞു? അഷ്റഫ് സാറ് പറഞ്ഞു അതിന്റെ ഉള്ളുകള്ളികളൊക്കെ. ഏത് അഷ്റഫ് സാറ്? കോളേജിൽ ഞങ്ങളെ പൊളിറ്റിക്സ് പഠിപ്പിക്കുന്നേ. IDF എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താണെന്നാ കരുതിയിരിക്കുന്നത്? ഇവിടെ സമുദായത്തിന്റെ നിലനിൽപ്പിനായി പോരാടുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ് IDF. കേട്ടിട്ടില്ലേ ഞങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ ക്യാമ്പയിനെ കുറിച്ചൊക്കെ? അതൊക്കെ ഒരു മറിയെന്നാ അഷ്റഫ് സാറ് പറയണേ. ഒരു അഷ്റഫ് സാറ് കുറെ ആയിട്ട് കേൾക്കുന്നതാണ് ഈ അഷ്റഫ് സാർ എന്ന്. എന്താടാ രണ്ടാളോട് ഒരു ഒച്ചയും ബഹളോ? എന്താ തസ്നി എജ്ജി ഓനോട് കൊത്താൻ നിക്കണ്? ഒന്നുമില്ല, കാക്കാക്ക് പ്രഷർ മൂത്തതാ. ആ, എന്താ അമ്മതൊക്കെ ഒരു മൗനം? എന്തോ മനസ്സിനൊരു സുഖമില്ല. എന്തു പറ്റി? ചെറുക്കനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്തോ ഒരു പേടി. ആര്? നിസാറിനെ കുറിച്ചോ? അവനെന്തു പറ്റി? ഇപ്പൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഓന്റെ പോക്കത്ര ശരിയില്ല. എന്താ അങ്ങനെ ഒരു തോന്നൽ? ഓന് ഈടായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില കൂട്ടുകെട്ടിലൊക്കെ പെട്ട് ഓന്റെ പേര് അവധിപ്പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനും കേട്ടു. പക്ഷെ അതൊന്നും അത്ര കാര്യാക്കണ്ട. പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. പറഞ്ഞാ മനസ്സിലാണ്. സമയമൊക്കെ കഴിഞ്ഞെന്നാണോ തോന്നുന്നത്. നിങ്ങൾ അതും ഇതൊന്നും ആലോചിക്കണ്ട. അതൊക്കെ ശരിയാകും. ഉപ്പ ചായ കുടിക്കാൻ വന്നോ? ഇല്ല, ഇന്ന് വരൂലെന്ന് പറഞ്ഞു. ഇന്ന് ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് വേലായുധന്റെ കുടിയെന്ന് കുടിച്ചോളാന്നാ പറഞ്ഞു. ഈ കണ്ണ് കണ്ടുകൊടുത്ത് കുടിക്കുന്നതിന് പകരം ഉപ്പ ഹോട്ടലിലും പോയി കുടിച്ചോ? വേലായുധന്റെ കുടിയെന്നല്ലേ, അല്ലാതെ ഇടുന്നല്ലോ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടെസ്റ്റിന് കുടിച്ചോ? ഓളൊന്നും കഴിച്ചിട്ടില്ല. സുബൈ നിസ്കരിച്ച് അച്ചയിലേക്ക് പാഞ്ഞതാ. 8 മണിക്ക് ട്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞു.
ഓക്ക് കുറച്ച് നകളിപ്പ് കൂടിക്കണ്. ഓളോട് പറഞ്ഞോണ്ടു വല്ലാണ്ട് നാവളെ കണ്ടാന്ന്. ഓക്കെന്താ അത്ര വലിയ കുഴപ്പമോ? ഓള് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നാ കോളേജിലെ മാഷുമാരൊക്കെ ഉപ്പാനോട് പറഞ്ഞത്. ഈ പെരിയും സ്ഥലവും വിറ്റിട്ടാണെങ്കിലും ഓളെ പരമാവധി പഠിപ്പിക്കണമെന്നാ ഉപ്പാന്റെ ആഗ്രഹം. ഉപ്പാന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈയായിരുന്നു. പക്ഷേ എന്താ ഒരു പക്ഷേ? ഇപ്പൊ ഈ നൂറ്റാണ്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? കുറെ ഓത്തും പാട്ടും പള്ളിയിൽ പോകൊണ്ട് നിന്നാരും സ്വർഗത്ത് പോകാൻ പോണില്ല. ഉപ്പാനെ കുറ്റം പറയാൻ മാത്രമൊക്കെ എന്റെ മോൻ അറിവായോ? ഉപ്പ നിന്നെക്കുറിച്ചോർത്ത് എന്തുമാത്രം തീ തിന്നുന്നുണ്ടെന്നറിയോ? എന്റെ മോൻ ഉപ്പാനോട് മിണ്ടിയിട്ട് എത്ര കാലായി. എന്നോടും മൂപ്പരോടും ഒക്കെ ശരിക്കും ഒന്ന് കളിച്ചു ചിരിച്ച് വർത്താനം പറഞ്ഞിട്ട് കാലം മറന്നു. രാവിലെ അങ്ങ് പോവും, പാതിരാത്രി കഴിഞ്ഞ് വരൂ. എന്തെങ്കിലും ചോദിച്ചാൽ അവിടെയും ഇവിടെയും തട്ടാതൊരു മറുപടി. കുറച്ച് ദിവസമായിട്ട് അന്നെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തൊക്കെ കേൾക്കണുണ്ട്. പെറ്റ തള്ളേനെയും തന്തേനെയും കൂടപ്പറപ്പുകളെയും വേദനിപ്പിച്ചിട്ട് വേണോ ഇതൊക്കെ? എന്നെക്കുറിച്ച് എന്ത് കേട്ടു ഞങ്ങള്? ഞാൻ വല്ല കളവേഴ്സിലും പെട്ടോ? അതോ കക്കലും പിടിച്ചു പറക്കലൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതേപോലെ തന്തയ്ക്കും തള്ളയ്ക്കാണല്ലോ ഞാൻ ജനിച്ചത്. ഓനെ ആ ഓനെ കണ്ടോ? എന്താ ഓൻ പറയണത്? നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങളുടെ പോക്ക്. ഞാൻ കരുതിയിരുന്നത് ഞാൻ പറഞ്ഞ അവൻ ചെവിക്കൊള്ളുന്നായിരുന്നു. പക്ഷേ നിങ്ങൾ വിഷമിക്കാതിരിക്കും, നമുക്കൊന്നുകൂടി ശ്രമിക്കാം. നമ്മളെ കുട്ടിയല്ലോ. ആകെയുള്ളൊരു ആന്തര്യ ഇങ്ങനെ ഗതികെടുത്ത ഞാൻ എന്ത് തെറ്റാ പഠിച്ചോനെ ചെയ്തത്? വിഷമിക്കാതിരിക്കും, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഓ എങ്ങനെ വിളഞ്ഞിക്കളി ചെന്ന് പെട്ടുന്ന ഒരു പണ്ടാരം പിടിച്ച സംഘടന ഉണ്ട് ഇപ്പൊ കേരളത്തില്. അതുണ്ടായ അന്ന് തൊട്ട് തുടങ്ങി മനുഷ്യന്റെ സ്വൈര്യക്കേട്. അതൊക്കെ പറയും, ആരെങ്കിലും കേട്ടാ വല്ലാത്തൊരു കാലാണിപ്പോ. കേൾക്കണവരങ്ങോട്ട് കേട്ടോട്ടെ. ഇന്റെ നെഞ്ചു കത്തുന്ന ചൂട് എനിക്കെല്ലാം അറിയുള്ളൂ. നിങ്ങൾ ബേജാറാക്കാതിരിക്കേ. 5 നേരം നിസ്കരിക്കണ ഒരാളല്ല നിങ്ങള്. പടച്ചോ നിങ്ങളെ കൈവിടുവോ? അത് മാത്രാണ് എനിക്കൊരാശ്വാസം. എവിടായിരുന്നു ഇന്നലെ? ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി എവിടെ? വണ്ടി വർക്ക്ഷോപ്പിലാ, കുറച്ച് പണിയുണ്ട്. എന്റെ കുട്ടിക്ക് മുഖത്ത് നോക്കി കളവ് പറയാൻ ഒരു മടിയില്ലാണ്ടായില്ലേ? അന്നെ കുറിച്ച് വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ കേട്ട്. എന്ത് കാര്യം? നീ ഏതോ തീവ്രവാദി സംഘടനയിൽ. അത് ഇവിടുത്തെ ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. ഒപ്പം ഇവിടുത്തെ ഓരോ മുസൽമാന്റെയും രക്ഷാകവചവും. ഇവിടുത്തെ മുസൽമാന്റെ നേരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഖുറാനും സുന്നത്തും അത് അനുവദിച്ചു തരുന്നുണ്ട്. പിന്നെന്താ മോനെ, എല്ലാം നല്ലത് തന്നെ. പക്ഷെ അതിന് ചില മാർഗങ്ങളും രീതികളും ഉണ്ട്. ഏത് മാർഗങ്ങളും രീതികളും? ഒരുപാട് കാലമായല്ലോ നിങ്ങൾക്ക് ജനാധിപത്യമെന്നും മതേതരത്വം എന്നൊക്കെ പറയുന്നു. തകർക്കേണ്ടതെല്ലാം അവർ തകർത്തു, കൊല്ലേണ്ടവരെല്ലാം അവർ കൊന്നു, നിരപരാധികളെ പിടിച്ച് ജയിലിലടച്ചു. ഇനിയും തീർന്നില്ലേ നിങ്ങളുടെ ജനാധിപത്യ സ്നേഹവും മതേതരത്വ സ്വപ്നങ്ങളും? ഇസ്ലാമിനെയും സമുദായത്തെയും രക്ഷിച്ചെടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. നിർത്ത്. ഏത് ഇസ്ലാമിനെയാണ് നിങ്ങൾ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഏത് ഇസ്ലാമിനെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്? രക്ഷിച്ചെടുക്കാൻ ഏത് അപകടത്തിലാണ് ഇസ്ലാം അകപ്പെട്ടിരിക്കുന്നത്? എന്റെ മോൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധ ഖുർആൻ എടുത്തൊന്ന് വായിച്ചു നോക്കണം. അബുൽ കലാം ആസാദും ഉമർ ഖാദിയും അലി മിയാനും ശിഹാബ് തങ്ങളും വായിച്ച് മനസ്സിലാക്കിയ രീതിയിലാണ് ഖുർആൻ വായിക്കേണ്ടത്. അല്ലാതെ വ്യവസ്ഥിതി മാറ്റത്തിന് വേണ്ടി കൂട്ടയോട്ടം നടത്തുന്നവർ വായിക്കുന്ന രീതിയിലുള്ള വായനയല്ല നീ വായിക്കേണ്ടത്. ഒരിക്കലെങ്കിലും ആ ഖുർആൻ എടുത്ത് നീ ഒന്ന് വായിക്കണം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. മോനെ വേണ്ട, പോട്ടെ. ഒന്നുകിൽ തിരിച്ചു വരട്ടെ, അല്ലാതാണെങ്കിൽ വരാതിരിക്കട്ടെ. ആ നിസാറുട്ടിയെ, ഞാൻ പെരി പോയിരുന്നു. ഉപ്പ കുറച്ച് പൈസ ചോദിച്ചിരുന്നു, അത് കൊണ്ടുകൊടുക്കാൻ. അപ്പോഴാണ് അറിഞ്ഞത് നിസാറുട്ടി ഉപ്പാനോട് 1-2 പറഞ്ഞിറങ്ങിപ്പോന്നത്. എന്താ മോനെ നിനക്ക് പറ്റിയത്? നിന്റെ കാര്യം ഓർത്ത് ഉപ്പ എന്തുമാത്രം വിഷമിക്കണ്ടെന്നറിയോ? വിഷമിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നിനക്ക് കാര്യമായിട്ടുള്ള എന്തോ മാറ്റമുണ്ട്.
എന്തിനാ മോനെ ഇതൊക്കെ? നമുക്ക് പാടുള്ള പണിയാണോ? നമ്മക്കോ? നിങ്ങൾ ഞാൻ എങ്ങനെ നമ്മളാകുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ എപ്പോഴും സുരക്ഷിതർ. പക്ഷെ ഞങ്ങളുടെ കാര്യമോ? ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? വേലായുധേട്ടനെ നീ അന്യനായിട്ടാ കാണുന്നത്? അഹമ്മദ് എന്നെ സ്വന്തം അന്യനെ പോലെ കാണുന്നു. ആ അഹമ്മദ് എന്റെ മോൻ. ഇങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റൂ? നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും കേൾക്കും വേണ്ട. എന്നെ വിട്ടളി. നിസാർ, നിസാർ, എന്താ ഒറ്റയ്ക്ക് ഇവിടെ? ഒന്നുമില്ല, വെറുതെ. ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് കിടക്കരുത്. മറ്റവന്മാര് പകരത്തിന് പകരം ആളെ തപ്പി നടക്കുക. അവർ പകരത്തിന് പകരം പീട്ടി. ആസുർ മാഷ് അവർ വെട്ടി. ആ കോളേജ് പഠിപ്പിക്കുന്ന? അതെ, സുബൈക്ക് പള്ളി പോവായിരുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. നിങ്ങളിവിടെ ഉണ്ടാവൂലേ? എന്നാ ശരി, സൂക്ഷിച്ചു പോണം. എത്ര നേരായി സാറേ അത് നോക്കാൻ തന്നെ ഞങ്ങളിവിടെ. ബോഡി ഇൻക്വസ്റ്റ് നടത്തി എത്രയോ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. പ്രിയ IDF പ്രവർത്തകരെ, അഷ്റഫ് മാഷിന്റെ കൊലപാതകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് അഭിപ്രായം പറയൂ. എന്റെ അഭിപ്രായം, ഈ കൊലപാതകത്തിൽ സംഘടന ഇടപെടേണ്ട എന്നാണ്. കാരണം കൊല്ലപ്പെട്ട അഷ്റഫ് എന്ന അധ്യാപകൻ എല്ലാ കാലത്തും നമുക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. അയാൾ നമുക്കെതിരായി ഒരുപാട് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഷ്റഫിന്റെ കൊലപാതകത്തിൽ നമ്മൾ പ്രതിഷേധിക്കുകയോ മറ്റോ ചെയ്തില്ലെങ്കിൽ ഈ കൊലപാതകം നമ്മൾ ചെയ്താണ് പോലീസ് വരുത്തി തീർക്കും. ഇന്നത്തെ ഭരണം കൂടി നമ്മൾ പരിഗണിക്കണം. ഞാനൊരു കാര്യം പറയാം. അഷ്റഫിന്റെ കൊലപാതകത്തിൽ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കണം. വെറും പ്രതിഷേധത്തിൽ ഒതുങ്ങാതെ വേണ്ട കാര്യം ചെയ്യുകയും വേണം. എന്നുവെച്ചാൽ ഇല്ലാതായത് കാലാകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ഒരു തലവേദനയാണ്. അത് നല്ല കാര്യം. പക്ഷേ കൊല്ലപ്പെട്ടതൊരു സമുദായാംഗമാണ്. ഈ കൊലപാതകത്തിലൂടെ മറുഭാഗം നമ്മളിൽ, അതായത് സമുദായത്തിൽ മാനസികമായ ഒരു അതിശത്വം നേടിയിട്ടുണ്ട്. അതില്ലാതാക്കണം. എന്നുവെച്ചാൽ 10-ന് 11 അതവരെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. ശരി, നമുക്ക് തിരിച്ചടിക്കണമെങ്കിൽ തന്നെ അഷ്റഫ് മാഷിന്റെ കൊലയാളികളെ കുറിച്ച് ഒരു സൂചനയെങ്കിലും വേണ്ടേ? തന്നെയുമല്ല, അതിനു പിന്നിലുള്ളവരെല്ലാം ഒളിവിലുമാണ്. അവിടെയാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും മറുവിഭാഗത്തിന്റെ പ്രവർത്തകരെയല്ല ലക്ഷ്യമിടുന്നത്. ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. നേർക്കുനേരെയുള്ള ഒരു പോരാട്ടമല്ല അവർ ലക്ഷ്യമിടുന്നത്, മറിച്ച് ഒരു ഒളിപ്പോർ ശൈലി. നമ്മളും ആ രീതിയിൽ തന്നെ പ്രതികരിക്കണം. അല്ലാതെ നേർക്കുനേർ നിന്നാൽ രണ്ടു കൂട്ടരും ഇല്ലാതെയാവും. അതായിരിക്കും ഫലം. മനസ്സിലായില്ല, ഒന്നും കൂടി തെളിച്ചു പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞ ചോരയ്ക്ക് ചോര, കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല്. നിരപരാധിക്ക് പകരം നിരപരാധി. അത് അനീതിയല്ലേ? യുദ്ധക്കളമാണിത്. യുദ്ധക്കളത്തിൽ ശത്രുവിനെ കൊല്ലുക എന്നതാണ് നീതി. ചിന്തിക്കുന്നത് അനീതിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പറയാം. എങ്ങട്ടാ പൈസയൊക്കെ എടുത്ത്? പള്ളിയിലേക്ക് തന്നെയല്ലേ പോണ്? ഞമ്മളെ വേലായുധം കുറച്ച് പൈസ ചോദിച്ചിണ്ടേ. ഓന്റെ അളിയൻ ആശുപത്രിയിലാ കോഴിക്കോട്ട്. രാവിലത്തെ വണ്ടിക്ക് തന്നെ ഓന് പോണേ. സ്വബയ്ക്ക് പള്ളിന്റെ അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു. തെസിന് എണീറ്റില്ലേ? ഓള് 4 മണിക്ക് എണീറ്റ്. ഓൻ ഇന്നലെയും വന്നിട്ടില്ല. നിങ്ങള് കണ്ടീന്നോനെ? ആരെ? നിസാറിനെ. ഞാൻ അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചൂടായിനോ? എന്തിന്? നമ്മളെ മോനല്ലേ ഓൻ. എത്ര ദിവസമായി വന്നിട്ട്? എവിടെയാ എന്താന്നൊക്കെ? ഓന് വലുത് ഈയും ഞാനും ഓന്റെ കൂടപ്പുറപ്പാട് ഒന്നുമല്ല, വേറെ ചിലരാ. ഓരോ വലയിലാ ഓൻ.
എന്റെ കുട്ടീനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ല ഓൽക്ക്. എന്തിനാ ഓല് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുടുംബത്തിലുള്ള സമാധാനം കെടുത്താൻ എന്തൊക്കെയാ കേൾക്കണത്? അടച്ചവന് മുമ്പിൽ ഓല് എന്ത് സമാധാനം പറയും? ദാ. പിന്നെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ വൈകിയോ? ഇല്ല, ബസ് വരാനാകുന്നല്ലേ ഉള്ളൂ. ഇതാ 2000 ഉണ്ട്. അതുപോലെ പാലളവിന് ഞാൻ അബുവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചിലപ്പോ 2 ദിവസം വഴുകും. കുറച്ച് സീരിയസ് എന്നാ കേട്ടത്. പൈസ പോരാൻ തോന്നുകയാണെങ്കിൽ സൊസൈറ്റിക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. എത്ര വേണ്ടത് വെച്ചാൽ ഞാൻ ബസ്സേരെ അവിടെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. ബാങ്ക് വിളിക്കാൻ സമയമായിടോ. ഞാൻ പോണു. എന്താ നിസാറുട്ടിയായി നേരത്തെ? വേലായുധേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ. ബസ് ഇപ്പൊ വരും. സർ, എന്താ സാർ? ഇത് അഹമ്മദ് സാഹിബിന്റെ വീടായിരുന്നു. അപ്പോ നിസാർ അഹമ്മദ് എന്റെ മോനാ? സാഹിബിന്റെ മോനോ? അതെ. എന്താ സാർ? അഹമ്മദ് സാഹിബ് വരൂ, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. വരൂ. സാഹിബിനെ അറിയാലോ, ഈ അടുത്ത് നടന്നൊരു കൊലപാതകത്തെ പറ്റി. താഴെത്തറ വേലായുധനെ കൊന്ന കേസ്. അത് ചെയ്തത് നിസാർ അഹമ്മദ് ആണെന്ന് വ്യക്തമായി തെളിഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അയാളില്ല ഇവിടെ? ഇല്ലെങ്കിൽ എവിടെയാണുള്ളതെന്ന് പറയൂ. എനിക്കറിയില്ല സാർ. ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം എന്ന് വെച്ചാ ഇവിടെ ഇല്ല സാർ. ഒരാഴ്ചയോളായി. നോക്കി സാർ. പോകാം. ഞങ്ങളിപ്പോ പോകുന്നു. ചിലപ്പോ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. നിസാറേ, എന്തായി? ഒരു മാർഗമില്ല. പോലീസ് പരക്കം മാഞ്ഞ് നടക്കുക. ഇനി എന്താ ചെയ്യാ? ഇതിനുള്ളിൽ എത്ര ദിവസമാണെന്ന് വെച്ചാ? തൽക്കാലം സേഫ് ആയിട്ടുള്ള വേറെ എങ്ങോട്ടെങ്കിലും മാറണം. പോലീസിന്റെ ശ്രദ്ധ പെട്ടെന്ന് പതിയാത്തൊരു സ്ഥലം. എവിടെ? ആളൊഴിഞ്ഞ പഴയൊരു വീടുണ്ട്. കുറച്ച് ദൂരെയാ. രാത്രി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അത് സാരമില്ല. അല്ലെങ്കിൽ പുഴ കാട്ടിലൂടെ പോകണം. അതിനു മുമ്പ് എനിക്ക് വീട്ടിൽ നിന്ന് പോകണം. ചില സാധനങ്ങൾ എടുക്കാനുണ്ട്. അതൊക്കെ റിസ്ക് ആവും. അത് സാരില്ല, ഞാൻ മാനേജ് ചെയ്തോളാം.
നിന്റേതായ എല്ലാ സാധനങ്ങളും നീ എടുത്തോ. ഒന്നുകൂടി പരിശോധിച്ചോ. പിന്നെ ഈ വീട്ടിന്റെ പടി നീ ചവിട്ടിപ്പോരുത്. പോലീസ് ഇവിടെ വന്നിരുന്നു, ഒരിക്കലല്ല പല പ്രാവശ്യം. എന്തിനാണെന്നറിയാമോ? വേലായുധനെ കൊന്ന പ്രതിയെ അന്വേഷിച്ച്. അവർ പറയുന്നത് നീയാണ് ചെയ്തതെന്ന്. ഞാൻ അപ്പോഴത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ നിമിഷം ഞാനത് വിശ്വസിക്കുന്നു. പൊയ്ക്കോ. ഇനി നീയും ഞാനും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. നിൽക്ക്. എന്തിനാടാ ആ പാവത്തിനെ? എന്ത് തെറ്റാണ് അവൻ നിന്നോട് ചെയ്തത്? കവിയ, ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇവിടെ നീ സുരക്ഷിതനായിരിക്കും. ഒരു ഈച്ച പോലും ഈ വഴി വരില്ല. ഇതാരുടെ വീടാ? ഇതെന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളുടെ വീടാ. ആള് മരിച്ചു, കല്യാണം ഒന്നും കഴിച്ചിരുന്നില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കണം. അക്കാര്യത്തിൽ ബേജാറാണ്ട. ഏറിയാലൊരാഴ്ച അതിൽ നമുക്ക് ഇവിടുന്ന് പുറത്തു പോവാം. ഒന്നുകിൽ കാശ്മീർ അല്ലെങ്കിൽ ബാംഗ്ലൂര്. ബാംഗ്ലൂരൊക്കെ ഇപ്പൊ നമുക്ക് നല്ല ഹോൾഡാ. ബാംഗ്ലൂർ ആയാലും കാശ്മീർ ആയാലും വേണ്ടില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങുക. നാളെ വരാം. ഓക്കെ, നാളെ കാണാം. പിന്നെ ഒരു കാരണവശാലും പുറത്തേക്കൊന്നും ഇറങ്ങരുത്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഇന്നലെ അവൻ വീട്ടിൽ വന്നിരുന്നു. നിസാർ. ദാസാ, വണ്ടി മാറ്റിട്ടോളൂ. വാ, പറയണം. എന്നിട്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഓന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഓന് രാത്രി തന്നെ പോയി. നിങ്ങളൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചാലും പറയില്ല സാർ. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? വീട്ടിലെ ഫോണ് കേടായിരുന്നു. നേരം വെളുക്കട്ടെ എന്ന് കരുതി. നേരം വെളുത്ത ഉടനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. സാറ് വരാൻ അല്പം താമസിക്കുമെന്ന് ദാമോദരൻ സാറ് പറഞ്ഞു. അതുകൊണ്ടാ. രാത്രി ഒന്ന് പറയാൻ എന്തായിരുന്നു ഇത്ര തടസ്സം? ഞാൻ പറഞ്ഞിരുന്നില്ലേ അവന്റെ വിവരം കിട്ടിയാൽ അറിയിക്കണമെന്ന്? ഓഹോ, മകൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടെന്ന് കരുതിയല്ലേ? അല്ല സാർ, ഞാൻ എന്ത് ചെയ്യാനാ? മക്കൾ ഇങ്ങനെ ആയാൽ. അവൻ പോകാൻ സാധ്യതയുള്ള ബന്ധുക്കളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ അറിയിക്കുക. ചെയ്യാം സാർ. ശരി ശരി, പോയിക്കോളൂ. ഓ. ദാസാ, വണ്ടി എടുത്തോ. മോനെ, എന്റെ മോൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധ ഖുർആൻ എടുത്തൊന്ന് വായിച്ചു നോക്കണം. അബുൽ കലാം ആസാദും ഉമർ ഖാദിയും അലി മിയാനും ശിഹാബ് തങ്ങളും വായിച്ച് മനസ്സിലാക്കിയ രീതിയിലാണ് ഖുർആൻ വായിക്കേണ്ടത്.
എന്തിനു വേണ്ടിയാണോ ഞാൻ വാദിച്ചിരുന്നത് അതെൻ്റെ വാദത്തെ നിഷേധിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ തളർന്നതുപോലെയായി. ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. ചെയ്തതും ചിന്തിച്ചതും തെറ്റായ രീതിയിലായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു. ജീവിതത്തിൽ ഞാനന്ന് ആദ്യമായി പൊട്ടിക്കരഞ്ഞു. കുറ്റബോധം കൊണ്ട് ഞാൻ പുകഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ കുഴങ്ങി. നിസാർ, വാതിൽ തുറക്കടാ. നിസാറെ, വാതിൽ തുറക്ക്. വാതിൽ തുറന്നു കിടക്കാണല്ലോ. നിസാർ, രക്ഷപ്പെടുകയാണോ? എന്താണ് ഇപ്പൊ ഈ മാറ്റത്തിന് കാരണം? സംഘടനയിൽ നിന്ന് പോയ ശത്രുക്കളായ നമ്മൾ കാണൂ. അതറിയില്ലേ നിനക്ക്? ശത്രുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ എന്താ നിനക്കറിയില്ലേ? എനിക്ക് നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. നീ പോയിക്കോ. ചെയ്യുന്നതെല്ലാം തെറ്റായി പോയെന്നറിയുന്ന നിമിഷം, ആ നിമിഷം നീ പിന്തിരിഞ്ഞു. എനിക്കതിനായില്ല. പോയിക്കോ, പോയി രക്ഷപ്പെട്ടോ. പോയിക്കോ, പോടാ. മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടോടിയവന് ജീവിതം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാകൂ. എൻ്റെ രക്ഷപ്പെടൽ മരണത്തിൽ നിന്ന് മാത്രമായിരുന്നില്ല. എൻ്റെ പൂർവ്വകാല ചിന്തകളിൽ നിന്ന്, ചെയ്തികളിൽ നിന്ന്, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആശയങ്ങളിൽ നിന്നൊക്കെയായിരുന്നു. ഇനിയെങ്കിലും ജീവിക്കണമെന്നൊരാഗ്രഹം, വാശി. അതെന്നെ കൊണ്ടെത്തിച്ചത് കിനാവ് പോലെ സുന്ദരമായ ഈ കിനാപുരത്താണ്. നാളെ ഞാൻ എന്താകും എന്നെനിക്കറിയില്ല. പക്ഷേ ഇന്നെനിക്ക് ജീവിക്കണം. ജീവിക്കാനും സ്നേഹിക്കാനും എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ റംലയാണ്, ഈ കിനാപുരമാണ്. ആരാ? റംല,
നിന്നെ ഒന്ന് കാണാൻ അതിനുവേണ്ടി മാത്രമാണ് വന്നത്. റംല, നിന്നോടൊന്ന് ക്ഷമ ചോദിക്കാനുള്ള ശക്തി പോലും എനിക്കില്ല. പോകുകയാണോ? ഈ കിനാപുരത്ത് നിന്ന് ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞിട്ട്